Good morning to all. Income from salary എന്ന മൊഡ്യൂൾ നമ്മൾ പഠിച്ചു തുടങ്ങി. സോ പെർക്യൂസൈറ്റ്സുകൾ എന്താണെന്നും പലതരത്തിലുള്ള പെർക്യൂസൈറ്റ്സുകൾ ഏതൊക്കെയാണെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പെർക്യൂസൈറ്റ്സിൻ്റെ വാല്യുവേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ പെർക്യൂസൈറ്റ്സിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ പെർക്യൂസൈറ്റ്സ് വാല്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് ഇൻകം ഫ്രം സാലറിയിൽ ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ് ടാക്സ് പർപ്പസിന് വേണ്ടി. സോ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണ് ആദ്യത്തെ പെർക്യൂസൈറ്റ്സ് അതിൻ്റെ വാല്യുവേഷനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു പെർക്യൂസൈറ്റ്സ് ആണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷനെ രണ്ടായിട്ടാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യുവേഷൻ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസ്, രണ്ട് അതർ എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവർ. സോ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യുവേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ദ വാല്യൂ ഓഫ് പെർക്യൂസൈറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി. ഇഫ് എംപ്ലോയീസ്, അപ്പം ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു പെർക്യൂസൈറ്റ്സ് ആണ്. ആ പെർക്യൂസൈറ്റ്സിൻ്റെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? ലൈസൻസ് ഫീ. ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്, അതായത് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്, അതായത് അക്കോമഡേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ഫർണിച്ചേഴ്സ് എല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നതെങ്കിൽ 10% of cost of furniture is added to the license fee and the total will be the value of rent free accommodation. സോ എന്താണ് അങ്ങനെ ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണ് അല്ലെങ്കിൽ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ആ ഫർണിഷിങ്ങിൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റിൻ്റെ 10% കൂടി ഈ ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീയുടെ കൂടി ആഡ് ചെയ്തിട്ട് ഈ ടോട്ടലാണ് ഈ ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. സോ ഇനി ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്ത മറ്റ് എംപ്ലോയീസിൻ്റെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. In the case of employees other than mentioned above, the value of rent-free accommodation is determined as follows. അല്ലാത്ത അതർ എംപ്ലോയീസ്, അതായത് പ്രൈവറ്റ് മേഖലകളിലുള്ള എംപ്ലോയീസ്, അവരുടെ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്ത എംപ്ലോയീസിൻ്റെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ടല്ല രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എംപ്ലോയർ ഓൺ ചെയ്ത അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ എംപ്ലോയിയുടെ തൊഴിലുടമ അല്ലേ. അപ്പം എംപ്ലോയർ ഓൺ ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഈ ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹൗസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണർ എംപ്ലോയർ ആണ്. അപ്പോൾ എംപ്ലോയർ ഓൺ ചെയ്ത വീടാണ് ഈ എംപ്ലോയിക്ക് അക്കോമഡേഷന് വേണ്ടി കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കേസിൽ സാലറിയുടെ 15% എന്താണ് പെർക്യൂസൈറ്റ്സ് വാല്യൂ ആയിട്ട് എടുക്കും. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 15% ഓഫ് ദ സാലറി ഇൻ സിറ്റീസ് വെർ ദ പോപ്പുലേഷൻ ഈസ് മോർ ദാൻ 25 lakhs. 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റീസിലാണ് ഇങ്ങനെ എംപ്ലോയീസിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സാലറിയുടെ 15% ഇവിടെ പെർക്യൂസൈറ്റ്സിൻ്റെ വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇനി 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സാലറിയുടെ 10%. ഇനി 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ളതാണെങ്കിൽ ഇനി 10 lakhsലും കുറവാണ്, 10 ലക്ഷത്തിലും കുറവ് പോപ്പുലേഷൻ ഉള്ളത്, അതാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 10 ലക്ഷത്തിലും കുറവ് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലും പെടാത്ത മറ്റ് സ്ഥലം, ദാറ്റ് മീൻസ് എന്താണ് 10 ലക്ഷത്തിന് താഴെയുള്ളത്, അവിടെയാണെങ്കിൽ എന്താണ് സാലറിയുടെ 7.5% എന്താണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആയിട്ട്
നമ്മൾ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ പെർക്വിസിറ്റ്സ് വാല്യൂ ആയിട്ട് സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് തോന്നാം, നമ്മൾ സാലറി അല്ലെങ്കിൽ സാലറിയുടെ 15% എന്ന് പറയുന്നു. സോ ഈ സാലറിയുടെ എമൗണ്ട് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? അപ്പം അവിടെ സാലറി ആയിട്ട് അല്ലെങ്കിൽ സാലറിയുടെ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് പേജിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പെർക്വിസിറ്റ്സ് വാല്യൂ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ കേസിൽ എടുക്കുമ്പോൾ സാലറിയുടെ 15% അല്ലെങ്കിൽ സാലറിയുടെ 10% എടുക്കാൻ പറഞ്ഞാൽ അവിടെ സാലറി ആയിട്ട് എടുക്കുമ്പം 1-2 ഐറ്റംസ് ആഡ് ചെയ്താണ് എടുക്കുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് വേണ്ടിയുള്ള വാല്യുവേഷനിൽ സാലറി ഫോർ ദ പീരിയഡ് വിച്ച് ദ ഹൗസ് ഈസ് ഒക്യുപ്പൈഡ് ബൈ ദ എംപ്ലോയി ഈസ് കൺസിഡർ ഈവൻ ഇഫ് നോട്ട് റിസീവ്ഡ്. അതായത് സാലറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്ത് സാലറി ആയിട്ട് അയാൾക്ക് അവിടെ കിട്ടുന്നില്ലെങ്കിലും എന്താണ് ഈ ഒരു സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേ, DA ഫോമിങ് ദ പാർട്ട് ഓഫ് പേ. അതായത് DA ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ കണ്ടായിരുന്നു. DA എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ DA എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സാലറി ഇൻകത്തിൽ ഇവിടെ ഒരു സാലറി ഈ പറയുന്ന സാലറിയിലേക്ക് എടുക്കരുത്. എന്താണ് DA ഫോമിങ് ദ പാർട്ട് ഓഫ് പേ എന്ന് പറഞ്ഞ് ഈ DAയോട് കൂടി ഈ ഒരു സെൻറ്റൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ദെൻ അലവൻസസ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അലവൻസസിൻ്റെ ടാക്സബിൾ പോർഷന് ഇതിൻ്റെ എന്താണ് ബോണസ്, കമ്മീഷൻ, പെൻഷൻ, അതർ മോണിറ്ററി ബെനിഫിറ്റ്, ഇതെല്ലാം എന്താണ് ബേസിക് പേ. അതായത് മാസം കിട്ടുന്ന സാലറി ഉണ്ട് അല്ലേ, മാസം കിട്ടുന്ന സാലറിയുടെ കൂടെ DA ഫോമിങ് ദ പാർട്ട് ഓഫ് പേ, അതുപോലെ തന്നെ ടാക്സബിൾ പോർഷൻ ഓഫ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, പെൻഷൻ, അല്ല മറ്റുള്ള മോണിറ്ററി പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് ഇവിടെ സാലറി എന്ന് മീൻ ചെയ്യുന്നത്. സോ ഇനി അതിനകത്ത് എടുക്കരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യമാണ്. ഇവിടെ കണ്ടോ DA ഇങ്ങനെ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് പറഞ്ഞ് മാത്രമാണ് തരുന്നതെങ്കിൽ എടുക്കരുത്. ഫോമിങ് ദ പാർട്ട് ഓഫ് പേ എന്നുണ്ടെങ്കിൽ എടുക്കാവുള്ളൂ. ദെൻ അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എക്സം അലവൻസസ്, വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ്, വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് പ്രൊവൈഡഡ് ബൈ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. സോ ഇതൊന്നും എന്താണ് ഈ പറയുന്ന സാലറിയിലേക്ക് ഉൾപ്പെടുത്താൻ പാടില്ല. സോ ഇനി അടുത്തത് അക്കോമഡേഷൻ ടേക്കൻ ഓൺ ലീസ് ഓർ ഓൺ റെൻറ്റ് ബൈ എംപ്ലോയർ. നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ അല്ലേ. ഇവിടെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതല്ല, എംപ്ലോയർ ഒരു വീട് റെൻറ്റിനെടുത്ത് അല്ലെങ്കിൽ ലീസിനെടുത്ത് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ലീസ് റെൻ്റൽ പെയ്ഡ്, അതായത് ആക്ച്വൽ ആയിട്ട് ലീസ് അല്ലെങ്കിൽ ലീസ് റെൻ്റൽ എത്രമാത്രം റെൻ്റ് അവിടെ പേ ചെയ്യുന്നുണ്ട്, ഓർ പേയബിൾ ബൈ ദ എംപ്ലോയർ or 15% of the salary, whichever is less is the value of accommodation taken on lease or rent and given to the employee. ഇവിടെ പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ പെർക്വിസിറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യുവാണ് നമ്മൾ. അതിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ വിച്ചെവർ ഈസ് ലെസ്, ചെറിയ ഫിഗറാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ്. അപ്പം ഇങ്ങനെ റെൻറ്റിനെടുത്താണ് കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയർ റെൻറ്റിനെടുത്തോ ലീസിനെടുത്തോ കൊടുക്കുമ്പോൾ ആ എംപ്ലോയർ പേ ചെയ്യുന്ന റെൻറ്റ് അത് ആ ഒരു എമൗണ്ടും, അതുപോലെ തന്നെ സാലറിയുടെ 15%. സാലറി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ പഠിച്ചു. ഈ പറയുന്ന ഈ ഒരു പർപ്പസിന് വേണ്ടി സാലറി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ നെക്സ്റ്റ് പേജിൽ ഇവിടെ കണ്ടു. ആ സാലറിയുടെ 15% എടുത്തു നോക്കുക. എന്നിട്ട് ഈ പറയുന്ന സാലറിയുടെ 15% അതോ ആക്ച്വൽ റെൻറ്റ് പേ ചെയ്യുന്നതാണോ, ഇതിലേതാണോ ചെറിയ ഫിഗർ അതെന്താണ് ഈ പറയുന്ന കേസിൽ പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കണം. അതോടൊപ്പം നമ്മൾ ഇവിടെ ആദ്യം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഫർണിഷ്ഡ് ഹൗസാണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫർണിച്ചേഴ്സിൻ്റെ കോസ്റ്റിൻ്റെ 10% കൂടി ഈ പറയുന്ന വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
ഇവിടെ ആ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഫർണിഷ്ഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഫർണിച്ചേഴ്സിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഫാം ഹൗസ് ആയിരിക്കാം, ഹോട്ടലായിരിക്കാം, ഗസ്റ്റ് ഹൗസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സർവീസ് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, ക്യാരവാന്, മോട്ടൽ, മൊബൈൽ ഹോം, ഷിപ്പ്, ഇങ്ങനെ അക്കോമഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ഇതെന്തും വരാം. സോ ഇനി അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. വേർ ദ എംപ്ലോയർ പ്രൊവൈഡ്സ് അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ ഇൻ പെർക്വിസൈറ്റ്സ് വാല്യൂ ഷാൽ ബി ഡിറ്റർമൈൻഡ് ആസ് ഫോളോസ്. അതായത് ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പെർക്വിസൈറ്റ്സ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത്, ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ആൻഡ് ദ period of stay of hotel does not exceed 15 days, the value of perquisites is nil. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ പറയുന്നത് പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ നില്ലാണ്. എപ്പോഴാണ് നില്ലാവുന്നത്? രണ്ട് സിറ്റുവേഷനിൽ. ഒന്നെന്ന് പറയുന്നത് അക്കോമഡേഷന് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ട്രാൻസ്ഫറുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, എംപ്ലോയി ആ ഹോട്ടലിൽ 15 ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്തിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈ എംപ്ലോയിയുടെ ഈ ഹോട്ടലിലുള്ള അക്കോമഡേഷൻ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ എംപ്ലോയി ഇവിടെ 15 ദിവസത്തിൽ കൂടുതൽ ആ ഹോട്ടലിൽ താമസിച്ചിട്ടുമില്ല. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്, പെർക്വിസൈറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ്. അവിടെ വാല്യൂ ഒന്നും ഇല്ല, 0 ആണ്. ഇനി ഇൻ എനി അതർ കേസസ്, ബാക്കിയുള്ള കേസുകളിൽ എന്താണ്, value shall be 24% of the salary of the period during which the accommodation is provided or actual hotel charges whichever is less. ഇനി മറ്റുള്ള കേസുകളിൽ ഈ പറയുന്ന രണ്ട് സിറ്റുവേഷനും അല്ലാത്ത കേസിൽ സാലറിയുടെ ആ ഒരു പീരീഡിലെ സാലറിയുടെ 24%. സോ സാലറി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നമ്മളിവിടെ പറഞ്ഞു. ഈ ഒരു ബോക്സിൽ പറഞ്ഞ പ്രകാരമാണ്. ആ സാലറിയുടെ 24% നോക്കുക. അതുപോലെ തന്നെ ഹോട്ടൽ ആക്ച്വൽ അയാൾ എത്ര ദിവസം ഹോട്ടലിൽ താമസിച്ചു ആ ഹോട്ടൽ ചാർജും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. ഈ ഹോട്ടൽ ചാർജും സാലറിയുടെ 24% നോക്കിയിട്ട് ഇതിലേതാണോ ചെറിയ ഫിഗർ, ലെസ് ഫിഗർ, അതായിരിക്കണം പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂവുമായി ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇലൂസ്ട്രേഷൻ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഇലൂസ്ട്രേഷൻ 1. മിസ്റ്റർ സലീം ഈസ് ആൻ എംപ്ലോയി ഇൻ കമ്പനി ചെന്നൈ. ചെന്നൈയിലെ ഒരു കമ്പനിയിലെ എംപ്ലോയി ആണ് സലീം. ദ കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഹിം റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. കമ്പനി എന്താണ്, ഈ എംപ്ലോയിക്ക് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് സാലറി ഡീറ്റെയിൽസ് ഫോർ ദ ഇയർ 2020-21 ആർ ആസ് ഫോളോസ്. അപ്പോൾ അയാളുടെ 2020-21 സാലറിയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് സാലറി എന്ന് പറയുന്നത് 30,000 പെർ മന്ത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചിലപ്പം എന്താണ് പെർ ആനം ആനുവലി ഉള്ള സാലറി ആയിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പം മന്ത്ലി ആയിരിക്കും തന്നിരിക്കുന്നത്. മന്ത്ലി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഷനിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, അത് ആനുവലി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ 30,000 പെർ മന്ത് ആണെങ്കിൽ ഒരു മാസം 30,000 രൂപയാണ് സാലറി എങ്കിൽ ഒരു വർഷമാകുമ്പോൾ എന്താണ് 30,000 × 12. സോ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് ചിലപ്പോൾ പറയും. അപ്പോൾ അത് രണ്ടും ഒന്നാണ്. ഇപ്പോൾ DA എന്ന് പറയുന്നത് സാലറിയുടെ 50%. അപ്പോൾ സാലറി എത്രയാണ്, ഇവിടെ സാലറിയുടെ 5% എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബേസിക് പേ ആണ്, ബേസിക് സാലറിയാണ്. അതായത് മാസം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി. അപ്പോൾ ആ സാലറി എന്ന് പറയുന്നത് 30,000 ആണ് ഒരു മാസം. അപ്പോൾ ഒരു വർഷത്തെ നോക്കുമ്പോൾ എന്താണ് 30,000 × 12 എന്ന് പറയുമ്പോൾ 3,60,000 ആണ് ആനുവൽ സാലറി വരുന്നത്. സോ ആ ആനുവൽ സാലറി ആയത് 3,60,000-ൻ്റെ 50% DA. ദെൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോമിംഗ് ദ പാർട്ട് ഓഫ് പേ എന്ന് പറയുന്നത് 50%. അതായത് ഇവിടെ കിട്ടുന്ന DAയുടെ 50% ഫോമിംഗ് ദ പാർട്ട് ഓഫ് പേ. ഇനി ബോണസ് എന്ന് പറയുന്നത് 5,000 പെർ മന്ത്. ഒരു മാസം 5,000 രൂപ ബോണസ് കിട്ടും. ഇത് നമ്മൾ ആനുവലി എടുക്കണം. ആനുവലി എടുക്കാൻ എന്ത് ചെയ്യും, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു മാസം 2000. Then company has provided free electricity, gas and water and cost of which amounts to 24,000 during the year. അതുപോലെ തന്നെ കമ്പനി ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 24,000 രൂപയാണ്. ഇതെന്ന് പറയുന്നത് ഒരു പെർക്യുസൈറ്റ്സ് തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കമ്പനി തന്നെയാണ് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ആ എംപ്ലോയിക്ക് ഒരു ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണ്. അതൊരു ടൈപ്പ് ഓഫ് പെർക്യുസൈറ്റ്സ് ആണ്. ഇനി അടുത്തത് നോക്കിക്കേ. ഇൻ റെസ്പെക്ട് ഓഫ് അക്കോമഡേഷൻ ദ കമ്പനി റിക്കവേർഡ് 3,000 പെർ മന്ത് ഫ്രം ഹിസ് സാലറി. അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് കമ്പനിയിൽ നിന്നും ഒരു മാസം അയാൾക്ക് എത്ര രൂപ കിട്ടാറുണ്ട്? 3,000 രൂപ കിട്ടാറുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ്റെ ഭാഗമായിട്ട് കമ്പനിയിൽ നിന്നും ഈ എംപ്ലോയിക്ക് ഒരു മാസം 3,000 രൂപ വീതം റിക്കവർ ചെയ്ത് കിട്ടാറുണ്ട്. ദെൻ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് ഇൻക്ലൂഡിങ് ഇൻ ദ സാലറി ഓഫ് മിസ്റ്റർ സലീം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ സാലറിയിൽ ഇൻക്ലൂഡബിൾ ആയിട്ടുള്ള സാലറിയിൽ എത്രമാത്രം റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്ര മാത്രമേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് സാലറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് മിസ്റ്റർ സലീം ഒക്യുപ്പൈ ദ ഹൗസ് ഫ്രം 1/6/2020. 1/6/2020 മുതലാണ് ആ ഒരു ഹൗസ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിലും. ഇവിടെ പറയുന്നത് 2020-21 വർഷത്തെ ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ 1 ഏപ്രിലാണ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്, അന്ന് മുതൽ തന്നെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് കരുതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഏപ്രിലിൽ തന്നെയല്ല, 1/6 ജൂണിലാണ് അവിടെ ഒക്യുപ്പേഷൻ തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് പെർക്യുസൈറ്റ്സ്? സോ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് പെർക്യുസൈറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ പെർക്യുസൈറ്റ്സ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഏത് പ്രീവിയസ് ഇയർ 2020-21. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, എംപ്ലോയി ചെന്നൈയിൽ താമസിക്കുന്ന എംപ്ലോയിയാണ്, കമ്പനി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ കമ്പ്യൂട്ടേഷൻ പറഞ്ഞപ്പോൾ 2 കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെ കുറിച്ച് പഠിച്ചു. ഗവൺമെൻറ് എംപ്ലോയീസും അതർ എംപ്ലോയീസും. ഇവിടെ ചെന്നൈയിലുള്ളൊരു കമ്പനിയാണ്, ഗവൺമെൻറ് എംപ്ലോയി ഒന്നും അല്ല. അപ്പം ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും. അത് പറയാത്ത സ്ഥിതിക്ക് എന്താണ്, അതർ എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതർ എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പം അവിടെയും 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് പറയുന്നത് എന്താണ്, എംപ്ലോയർ ഓൺ ചെയ്ത ഹൗസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയർ റെൻറ്റിനെടുത്ത് അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നതാണെങ്കിൽ. ഇവിടെ എന്താണ്, സലീം എംപ്ലോയി ആണ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്താണ്, സാലറി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറും ലീസിനെടുത്തതും. പക്ഷേ ഇവിടെ ലീസിനെടുത്ത കാര്യമൊന്നും, ലീസിന് അല്ലെങ്കിൽ റെൻറ്റിനെടുത്താൽ കൊടുത്തതെന്നുള്ള ഇൻഫോർമേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സെക്കൻഡ് ആണ് പറയുന്നതെങ്കിൽ എംപ്ലോയർ റെൻറ്റിനെടുത്ത് കൊടുത്ത ഹൗസാണ്. അപ്പോൾ ഒരു മാസം ഇത്ര രൂപ റെൻറ്റ്, അല്ലെങ്കിൽ ആനുവലി അയാൾ അതിന് എത്രമാത്രം റെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഈ ഇൻഫോർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ്, ഈ പറയുന്ന അതർ എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പം അതിനകത്ത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. 15% സാലറിയുടെ എടുക്കേണ്ടതും 10%, 7.5% അല്ലേ. അപ്പം ഇതിനകത്ത് ഏതെടുക്കുമെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ആണെങ്കിൽ 15%, 10നും 15നും ഇടയിലാണെങ്കിൽ 10ന് താഴെയാണെങ്കിൽ. അപ്പം ചെന്നൈ എന്ന് പറയുന്ന സ്ഥലത്താണ് കമ്പനി. ചെന്നൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ ലാർജ് ആണ്. എന്തായാലും 25 ലക്ഷത്തിന് മുകളിൽ അവിടെ പോപ്പുലേഷൻ ഉണ്ടാവും. അപ്പോഴെന്താണ്, 15%. ചെന്നൈ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ടൗൺസ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. അങ്ങനെയുള്ള സ്ഥലമാണ് വരുന്നതെങ്കിൽ സാലറിയുടെ 15% എന്ന് എടുക്കണം. അപ്പോൾ സാലറിയുടെ 15% എന്ന് പറയുമ്പോൾ എന്താണ്, സാലറി കമ്പ്യൂട്ട് ചെയ്യണം. ഈ ഒരു പർപ്പസിന് വേണ്ടി ആ ഒരു പീരീഡിലെ സാലറി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ, ഈ ഒരു ബോക്സിൽ കണ്ടു. എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ബേസിക് പേ,
അതുപോലെ തന്നെ DA ഫോമിങ് ദ പാർട്ട് ഓഫ് പേ, ടാക്സബിൾ അലവൻസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്തു നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ വേണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇഫ് ദ ഹൗസ് ഈസ് ഒക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ, ആ ഒരു വർഷം മുഴുവനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ, അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്, റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷന് ആവശ്യമായ അല്ലെങ്കിൽ ആ വാല്യുവേഷന് വേണ്ടിയുള്ള സാലറിയുടെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതിനകത്ത് ബേസിക് സാലറി ഉൾപ്പെടും. ബേസിക് സാലറി ഒരു മാസം 30,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ആനുവലി നമ്മൾ മാറ്റിയപ്പോൾ 12 ഉണ്ട്, 12 മാസമാണ്. സോ എന്താണ് 3,60,000. ദെൻ DA, അതായത് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് സാലറിയുടെ 50%. സാലറിയുടെ 50% എന്ന് പറയുമ്പം ബേസിക് സാലറി 3,60,000. ആ 3,60,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 1,80,000. ഈ സാലറിയുടെ 50%, അതായത് 3,60,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 1,80,000. സോ ഫോമിങ് ദ പാർട്ട് ഓഫ് പേ എന്ന് പറയുന്നത് മാത്രമേ ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യുവേഷന് വേണ്ടി എടുക്കാവുള്ളൂ. സാലറി ആ ഒരു പർപ്പസിന് വേണ്ടിയുള്ള സാലറിയിൽ എടുക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഒരു DAയുടെ എത്ര മാത്രമാണ് ഫോമിങ് ദ പാർട്ട് ഓഫ് പേ? DAയുടെ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് 1,80,000. ഈ DA ഫുൾ എടുക്കാൻ പറ്റത്തില്ല. ഫോമിങ് ദ പാർട്ട് ഓഫ് പേ അങ്ങനെയുള്ളത് എടുക്കാവുള്ളൂ. അതെന്ന് പറയുന്നത് എത്രയാണ്? 50%. സോ ഈ 1,80,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 90,000. ദിൻ ബോണസ് എടുക്കാൻ പറ്റുന്നതാണ്, നമ്മൾ കണ്ടു അല്ലേ. ബോണസ് ഒരു മാസം 5,000 ആണ്. നമ്മളത് ആനുവലി മാറ്റാൻ വേണ്ടി 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസും പെർ മന്താണ് തന്നിരിക്കുന്നത്. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വർഷത്തെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കമ്പ്യൂട്ട് ചെയ്തു. ഈ പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് 24,000 എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. ഇതെന്ന് പറയുന്നത് എന്താ? പെർക്വിസൈറ്റ്സ് വാല്യൂ ആണ്. അപ്പോൾ ഈ പെർക്വിസൈറ്റിൻ്റെ വാല്യൂ നമ്മൾ ഒരിക്കലും ഈ ഒരു പർപ്പസിന് വേണ്ടി സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കാറില്ല. സോ ഈ 24,000 ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. സോ ഇനി എന്താണ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി ഈ ഒരു പർപ്പസിന് വേണ്ടിയുള്ള സാലറിയുടെ എമൗണ്ട് കിട്ടി 5,34,000. സോ ഇനി നമ്മൾ ഈ ഒരു വർഷം മുഴുവനും ഈ ഒരു ഹൗസ് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാലറിയുടെ 15%. ദാറ്റ് മീൻസ് 5,34,000-ൻ്റെ 15%. കമ്പ്യൂട്ട് ചെയ്യുക. 8,100,000, 8,80,100. 80,100 ആണ് 80,100. സോ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ഇൻഫോർമേഷനൂടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു മാസം 3,000 രൂപ വീതം എന്താണ് കമ്പനി ഈ ഒരു അക്കോമഡേഷന് വേണ്ടി എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയി കമ്പനിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ആ റിക്കവർ ചെയ്തത് മൊത്തം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80,100 ആണ്. ഇവിടെ എന്താണ് എംപ്ലോയിക്ക് കിട്ടിയ അല്ലെങ്കിൽ റിക്കവർ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഒരു മാസം 3,000 ആണ്. 12 മാസമാകുമ്പം ഈ ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റനിൽ തന്നെങ്കിൽ മാത്രം ഇത് ലെസ് ചെയ്താൽ മതി. ഇപ്പം നമുക്കിത് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3,000 × 12 36,000 രൂപ. ഇത്രയും എന്താണ് കമ്പനി എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അത്രയും എമൗണ്ട് ലെസ് ചെയ്തു. ബാക്കി എത്രയാണ്? 44,100, 44,100 ആണ്. ആ വർഷം മുഴുവനും ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 1/6/2020 മുതലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ. അപ്പം ഇവിടെ 1/6 മുതലാണെങ്കിൽ അവിടെയും സാലറിയുടെ 15% ഉള്ളതിന് എന്നതിന് മാറ്റമൊന്നുമില്ല. സാലറിയുടെ 15% എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല. ഇതുപോലെ തന്നെ സാലറി കമ്പ്യൂട്ട് ചെയ്തു. ഓൾറെഡി ഒരു തവണ ചെയ്തതുകൊണ്ട് അവിടെ കാണിക്കുന്നില്ല. സാലറിയുടെ 15% തന്നെയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പം എന്താണ് 80,100 എന്ന് പറയുന്നത് 80,100 എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വർഷത്തെ ഫുൾ ആയിട്ടുള്ള പെർക്വിസൈറ്റ്സ് വാല്യൂ ആണ്. ഇവിടെ എന്താണ്? മൊത്തം 12 മാസവും അവിടെ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിലുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് 80,400. ഇനി 1/6/2020 മുതലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ 12 മാസവും അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? ജൂൺ മുതലാണ്. നമുക്ക് നോക്കാം എത്ര മാസം ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ജൂൺ,
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കി എത്ര മാസം ഉണ്ടെന്ന്? 10 മാസം. മൊത്തം ഒരു വർഷം എന്ന് പറയുന്ന 12 മാസത്തിൽ 10 മാസമേ അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. സോ എന്താണ് 10 മാസത്തെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. 10 മാസത്തെ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? 80,100 ഇൻറ്റു 10/12, 10 ഡിവൈഡഡ് ബൈ 12. സോ എത്ര കിട്ടും? 66,750. സോ ഇതിനകത്ത് നിന്ന് എന്താണ് റിക്കവർ ചെയ്ത എമൗണ്ട്? റിക്കവർ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം 3000 രൂപയാണ്. ആദ്യത്തെ കേസിൽ 12 മാസം ഒക്യുപ്പൈ ചെയ്തു, 12 മാസത്തെയും റിക്കവർ ചെയ്തു. ഇവിടെ എന്താണ് 10 മാസമേ അവിടെ ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നുള്ളൂ, 10 മാസമേ അവരവിടെ താമസിച്ചുള്ളൂ. ദാറ്റ് മീൻസ് 3000 ഇൻറ്റു 10, 3000 ഇൻറ്റു 10 എന്നാണ് ഇവിടെ വരുന്നത്. 3000 ഇൻറ്റു 10 എത്രയാണ്? 30,000. സോ എന്താണ് ഇതിനകത്തുനിന്ന് റിക്കവറി ചെയ്ത എമൗണ്ട് കുറച്ച് കഴിയുമ്പം 6 മാസമേ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളെങ്കിൽ പെർക്വിസിറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് 36,750. സോ ഈ ഒരു എമൗണ്ട് റിക്കവർഡ് ലെസ് ചെയ്യുന്നത് അങ്ങനെ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. പിന്നെ നമ്മൾ പെർക്വിസിറ്റ്സ് വാല്യുവേഷൻ്റെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിലേക്ക് പോയി കഴിയുമ്പം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുമ്പോൾ അത് ഗവൺമെൻറ് എംപ്ലോയിയെ കുറിച്ചുള്ളതാണോ അതോ മറ്റ് അതർ എംപ്ലോയി ആണോ എന്ന് നോക്കണം. ഇനി അതർ എംപ്ലോയി ആണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന് എടുത്ത് പറയും, അല്ലാത്ത സ്ഥിതിക്ക് അതർ എംപ്ലോയീസ് ആണ്. അതർ എംപ്ലോയീസ് എന്ന് പറഞ്ഞാലും അവിടെ എംപ്ലോയർ അവിടെ ആ ഒരു ഹൗസിന് റെൻറ്റ് പേ ചെയ്യുന്നുണ്ടോ, ലീസ് പേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ്, എംപ്ലോയർ ഓൺ ചെയ്യാത്ത വീടാണ് അപ്പം റെൻറ്റ് കൊടുക്കുന്നത് എംപ്ലോയർ ആണ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഈ ഒരു കേസ്, അതായത് സാലറിയുടെ 15% എടുക്കാം. ഓക്കെ, താങ്ക് യു.